അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗ്രേഡ് കൂട്ടിയിട്ട് കാര്യമില്ല. അത് ക്ലാസ് റൂമിൽ മാറ്റാൻ പറ്റണം. ഓക്കെ. മനസ്സിലായോ? ക്ലാസ് റൂമിൽ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പെടാപ്പാട് വിടുക. കാരണം അവർക്ക് എന്തോരം ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. ശാസ്ത്രമേള ആയിക്കോട്ടെ, ആനുവൽ ഡേ ആയിക്കോട്ടെ, യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, പല 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 എന്തോരം പരിപാടികളാണ് ഉള്ളത്. പഠനോത്സവം, ഒരു ഒരു മന്തിൽ തന്നെ ഒരു ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ പോർഷൻസ് തീർക്കാൻ നോക്കും. ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ സമയം ഉണ്ടാവണം എന്നില്ല. ചില സ്കൂളുകളിൽ ചിലപ്പോൾ അധികം പിള്ളേരില്ലാത്ത സ്കൂളുണ്ടാവും, അവർക്ക് ഈസി ആയിരിക്കാം. പക്ഷെ ഒരു സ്കൂളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ 60, 70, 50 റേഞ്ചിലാണ് കുട്ടികളുള്ളത്. അവർക്കെല്ലാവർക്കും നമുക്ക് ക്ലാസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കണം. ഇന്നത്തെ ഒരു സമയം നമുക്ക് സമയം വേണം, സമയം എടുത്ത് കുട്ടികളിലേക്ക് ഈ ഒരു കാര്യം മാറ്റാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതിന് ആദ്യം ടീച്ചേഴ്സിനെ പഠിപ്പിക്കണ്ടേ? ടീച്ചേഴ്സിനെ പഠിപ്പിക്കണം. BEd എടുത്തോ, BEdൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഇപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ഒരു ടീച്ചർ ആവണതിന് മുമ്പ് എടുക്കേണ്ട ഒരു കാര്യമാണ് BEd എന്ന് പറയുന്നത്. ഞാൻ BEd പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ കൊറോണ ബാച്ച് ആയതുകൊണ്ട് മാത്രം എന്താ പറയുക, സോഷ്യൽ മീഡിയ എന്താണെന്നും അതിൽ എഡിറ്റ് ചെയ്യാനും അതിലെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ലാതെ ഇന്നും ചാർട്ടും ഓപ്പണിംഗ് ചാർട്ട്, പിന്നെ പലതരത്തിലൊരു ചാർട്ട്സ് ഉണ്ട്, അതിനൊക്കെ ഇന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു BEd കരിക്കുലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ആദ്യം മാറ്റണം. എന്നാൽ മാത്രമേ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഇപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്, ട്യൂഷന് പോകാൻ പറ്റാത്ത കുട്ടികൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മനസ്സിലാക്കും? ഇനി 20% ടഫറാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു, അവരെങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, ഒബ്വിയസ്ലി അവർക്ക് മാർക്ക് കുറയും. മാർക്ക് കുറയുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ പ്രഷർ, പാരൻസിൻ്റെ ആ ഒരു മാനക്കേട്. എൻ്റെ കുട്ടിക്ക് ഇത്ര A+ കിട്ടിയില്ല, ആ കുട്ടിക്ക് മറ്റേ കുട്ടിക്ക് A+ കിട്ടി, ഇനി ഞാനെങ്ങനെ മറ്റുള്ളവരോട് പറയും? അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെല്ലാം കൂടുതൽ പ്രഷറൈസ് ആവുന്നത്. അത് ആദ്യം തന്നെ ബേസിക്കലി ടീച്ചേഴ്സ് പാരൻസിന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുമ്പിൽ വരുന്ന നന്നായിട്ട് പഠിച്ചിരുന്ന കൊച്ചാണ് ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞു പോയി, അറിയില്ല, എന്ത് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബേസിക്കലി അവരുടെ കരിക്കുലം മാറി, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി. അത് പെട്ടെന്ന് കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പതിയെ പറ്റും. പക്ഷെ അതിനുള്ള ട്രെയിനിങ് ക്ലാസ്സിൽ കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പാരൻസ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയാം, അപ്പം മനസ്സിലാവും. പക്ഷെ ഇത് മുതലെടുക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. മനസ്സിലായോ? പഠിക്കാതെ ഡിഫിക്കൽട്ട് ആയിരുന്നു ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾ, കുറച്ച് പിള്ളേർ പറയും നമ്മളും പറഞ്ഞിട്ട് പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. അത് നമ്മളെല്ലാരും പറയുന്ന ഒരു കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അത് ഭയങ്കര ടഫായിരുന്നു എന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല പറയണത്, ഭയങ്കര ടഫാണ്.